ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ മറന്നില്ലല്ലേ? പക്ഷെ ഞാൻ മറന്നു. എനിക്ക് ഈ ചെറിയ ചെറിയ ആളുകളുമായുള്ള പ്രശ്നങ്ങള് മനസ്സിൽ കൊണ്ടു നടക്കാൻ സമയമേയില്ല. ഇപ്പൊ ഗാഥമാടം വന്നിരിക്കുന്നത് നമ്മോടൊന്ന് കൂട്ടുകൂടാൻ വേണ്ടി മാത്രമല്ലേ? കുടുംബത്തേക്ക് കയറി വരുമ്പോ വലുതുകാല് വെച്ച് തന്നെ കയറി വരും. പിന്നെന്താ? എന്റെ സാറേ, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാണ്ട് ഗാഥമാടത്തെ കൊണ്ട് അകത്തോട്ട് പോവോ? ചെല്ല്. ഗാഥ വരൂ. തരുന്ന ശമ്പളത്തിന് മാണിക്കുഞ്ഞ് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ലാതെ തിന്നാൻ തരുന്നവരുടെ പ്ലേറ്റില് തുപ്പി വെക്കാൻ പറ്റൂ? അമ്മ ഇതൊന്നും കാര്യമാക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ അത്രയ്ക്ക് ശീലം കാണും. ഇതിപ്പോ നമ്മുടെ കുട്ടിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ കുട്ടി ആവട്ടെ, എല്ലാം നമുക്ക് പഠിപ്പിച്ചെടുക്കാം. നവീൻ സാറ് പറഞ്ഞ പോലെ സിത്താര ശ്രീനിവാസന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. സാറിന്റെയും ഗാഥമാടത്തിന്റെയും വിവാഹം ഞാൻ നടത്തും. എന്നിട്ട് വലതുകാല് വെച്ച് കയറേണ്ട സ്ഥാനത്ത് ഇടതുകാല് പകരം വെച്ച എന്താ ഇവിടെ നടക്കാന്ന് മാഡത്തിന് ഊഹിച്ചൂടെ? പ്രശ്നമായോ? ആ, പ്രശ്നം തുടങ്ങി. എല്ലാവരുടെ മുഖത്തും നീരസം ഉണ്ടായി. പക്ഷേ ആ മാണിക്കുഞ്ഞുണ്ടല്ലോ, നവീൻ സാറിന്റെ കൂടെയുള്ള വേതാളം, അയാൾ എന്തൊക്കെയോ പറഞ്ഞ് തൽക്കാലം പ്രശ്നങ്ങൾ ഒതുക്കി. പക്ഷേ തറവാട്ടുകാരുടെ മനസ്സില് ഗാഥ മാഡത്തെ കുറിച്ചൊരു ബ്ലാക്ക് മാർക്ക് വീണു കഴിഞ്ഞു. ഗുഡ്. സിനി അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അവർക്ക് നിഷേധമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവളെ കൊണ്ട് ചെയ്യിക്കണം. ഒടുവിൽ അവിടുന്ന് പടിയിറങ്ങി വരുമ്പോ കളരിക്കൽ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന് എന്റെ മകള് തന്നെ എന്നോട് പറയണം. അത് ഞാൻ നോക്കിക്കോളാം മാഡം. അതെ, ആ കുടുംബത്തിലുള്ളവർക്ക് സംശയമൊന്നും തോന്നരുത്. അതുപോലെ തന്നെ ഗാഥയ്ക്കും. അതിനുവേണ്ടി ട്രെയിനിങ് ഒക്കെ മാഡം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാൻ തോൽക്കില്ല മാഡം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആ, അമ്മ അതൊന്നും മനസ്സിൽ വെക്കണ്ട. ഗാഥ ആഡംബരങ്ങളിൽ വളർന്ന കുട്ടിയല്ലേ. ആചാരങ്ങളൊന്നും അത്ര പരിചയം ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാൻ എളുപ്പമാണ് സുമിത്രേ. പക്ഷേ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. ഒരു നല്ല കാര്യത്തിന്റെ തുടക്കം ഇങ്ങനെയാകാന്ന് വെച്ചാ എല്ലാം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളമ്മേ. ഗാഥമോളുടെ കാര്യം മാത്രമല്ല, ഇപ്പോഴത്തെ ഏത് കുട്ടിയും പുതിയൊരിടത്തേക്ക് വന്നു കയറുമ്പോ പൊരുത്തപ്പെടാൻ ഒരല്പം താമസം ഉണ്ടാവും. വീടൊക്കെ ശരിക്കും കണ്ടോ? കണ്ടു മോളെ. ഇവിടെയായാലും തറവാട്ടിലായാലും ഞങ്ങള് കുറച്ച് ചിട്ടകളോടൊക്കെയാ ജീവിക്കുന്നത്. നിങ്ങൾ പുതിയ കുട്ടികൾക്ക് അതൊക്കെ ചിലപ്പോ ഒരു കളിയായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഞങ്ങൾക്കിനി ഞങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. മോള് വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാ അമ്മ അത് പറഞ്ഞെന്നാ മതി. ഞാനത് തിരുത്തിക്കോളാം. കേട്ടോ അമ്മേ കുട്ടി പറഞ്ഞത്? മോള് വരൂ, അടുക്കളയില് മോൾക്ക് വേണ്ടി സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ എന്തൊക്കെയായിന്ന് നോക്കാം. ഓക്കെ, വാ. ഞാൻ ഈ തിളച്ച വെളിച്ചെണ്ണ അവളുടെ മുഖത്തേക്ക് ഒഴിച്ചാലോ അമ്മേ? അതോടെ തീരുവല്ല മിസ് ബ്യൂട്ടിയുടെ സൗന്ദര്യം. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. കൃത്യമായി ആലോചിച്ചൊരു കാര്യം ചെയ്യാൻ നമ്മുടെ മുന്നിൽ സമയം കിടക്കല്ലേ. നിർമ്മലേ, എന്താ ഈ കായ വറുത്തതിന്റെ കാര്യം? അമ്മയും മോളും കൂടി സംസാരിച്ചു നിന്നൊക്കെ കരിച്ചു കളഞ്ഞോ? അതെന്തൊരു
വർത്താനാ സുമിത്രേ. സുമിത്രയുടെ സംസാരം കേട്ടാ തോന്നുമല്ലോ ഞാനും മോളും കൂടി ഇവിടെ കരുതി കൂട്ടി എന്തൊക്കെയോ ചെയ്യുവാണെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതൊന്നും അല്ല നിർമ്മലേ. ഒരു തമാശ ചോദിച്ചെന്നേ ഉള്ളൂ. ആ അല്ലെങ്കിൽ ഇവിടെ പുതിയ ഓരോരുത്തരെയൊക്കെ കാണുമ്പോ പഴയവരെയൊക്കെ വെറും തമാശയായിട്ടൊക്കെ തോന്നും. നിർമ്മലേ, നീ അതങ്ങോട്ട് കോരിയെടുക്ക്. അതെങ്കിലും ഒന്ന് നടക്കട്ടെ. അടുത്ത വർഷം കീർത്തി മത്സരത്തിന് പോകുന്നുണ്ടോ? ഞാൻ പോവാതിരിക്കോ ചെയ്. അതിന് നിനക്കെന്താ? നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ മറന്നില്ലല്ലേ? പക്ഷെ ഞാൻ മറന്നു. എനിക്ക് ഈ ചെറിയ ചെറിയ ആളുകളുമായുള്ള പ്രശ്നങ്ങള് മനസ്സിൽ കൊണ്ടു നടക്കാൻ സമയമേയില്ല. ദാ കഴിച്ചു നോക്കും മോളെ. മോളെ, പുള്ളിയോ? It's okay. കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ പറമ്പിൽ നിന്ന് എടുത്താ കുട്ടി, അതാ രുചി. ഓഹ്, ഈ കറികളുടെ എല്ലാ സ്മെല്ലും ഒന്നിച്ചു വന്നിട്ട് എന്തൊരു ശ്വാസം മുട്ടലേ ഇവിടെ. ഗാഥ മാഡത്തിന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഗാഥ മാഡം, നമുക്ക് പുറത്തേക്ക് പോവാം. വരൂ മാഡം. അടുക്കളയിൽ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുക്കളയിലേക്കൊന്നും കേറാൻ ഉദ്ദേശമില്ലെന്ന്. നിർമ്മല എഴുതാപ്പുറം വായിക്കണ്ട. അയ്യോ, ഈ എഴുത്ത് അധികം ഒന്നും വായിക്കേണ്ടി വരും തോന്നില്ല എന്റെ പൊന്നമ്മേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടങ്ങി ഒതുങ്ങി അമ്മയ്ക്കും മോക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും പോവാം, വിരോധം ഇല്ല. സുമിത്ര വാ. വരാനല്ലേ പറഞ്ഞേ? വാ. മോള് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് കഴിച്ചാലേ മാഡം തലയും കുത്തി വീഴും. അത്രയ്ക്കൊന്നും വേണ്ട. മേഡത്തിന് ചേച്ചി ഇഷ്ടപ്പെട്ടാ മതി. ഇഷ്ടപ്പെടും. ഈ രുചി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്താ? എന്നാ പിന്നെ മോളെ, ഞാൻ ഇതൊക്കെ എടുത്ത് ഊണുമേശ കൊണ്ട് വെക്കട്ടെ. എപ്പോഴാ കഴിക്കാൻ ഇറങ്ങി വരാന്ന് പറയാൻ പറ്റില്ല. ആ, എന്നാ പിന്നെ വേഗം ആയിക്കോട്ടെ. ഇറങ്ങി വരുമ്പോഴേ എല്ലാം റെഡിയാക്കി വരൂ മേഡെന്ന് പറഞ്ഞ് ക്ഷണിച്ചാ മതി. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാന്നേ. മാഡം കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞിട്ട് പോവാട്ടോ നിനക്ക്. ഒന്നാമത്തെ ദിവസല്ലേ, അങ്ങനെ വെറുതെ വിട്ട് പോവാൻ പറ്റുമോ? ഈശ്വരാ, വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാ. ഇത് ഇഷ്ടാവണേ. അല്ല, ഇവരെന്തൊക്കെയാ കാണിക്കുന്നത്? ഗാഥ മാഡത്തിന്റെ ശീലങ്ങൾക്കൊന്നും ഇവരൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. എന്തുപറ്റി?